ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് ചരിത്രത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററായ മിഡീവൽ വേൾഡ് സെൻറ്റേഴ്സ് ഓഫ് പവറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. മിഡീവൽ കാലഘട്ടത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മിഡീവൽ കാലഘട്ടം അല്ലെങ്കിൽ മിഡീവൽ ഏജസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് 5th സെഞ്ച്വറി CE to 15th സെഞ്ച്വറി CE ആണ്. മിഡീവൽ കാലഘട്ടം ലോകത്തെ എല്ലാ മേഖലകളിലും അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേ രീതിയിലല്ല കാണപ്പെടുന്നത്. The political structure of the medieval world, it was similar. That means we can see the similar pattern of political setup. രാഷ്ട്രീയ സെറ്റപ്പ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേ രീതിയിലായിരുന്നു മിഡീവൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എങ്കിലും the authority it was different in different parts of the world. ആ പൊളിറ്റിക്കൽ സ്ട്രക്ചർ അവർ എങ്ങനെയാണ് എക്സർസൈസ് ചെയ്തിരുന്നത്, അതോറിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് എന്നുള്ളത് വ്യത്യസ്ത രീതിയിലായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇൻ യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക ആൻഡ് അമേരിക്ക വി ക്യാൻ സി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ അതോറിറ്റി ഡ്യൂറിങ് ദ മിഡീവൽ പീരിയഡ്. നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദി ഇമ്പോർട്ടൻറ്റ് സെൻറ്റേഴ്സ് ഓഫ് മിഡീവൽ പീരിയഡ്. ഫസ്റ്റ് വൺ, the Eastern Roman Empire, then Holy Roman Empire. Actually, Roman Empire was the largest ancient empire. പുരാതന കാലഘട്ടത്തിലെ ഏൻഷ്യൻ പീരീഡിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്നായിരുന്നു റോമൻ സാമ്രാജ്യം. റോമൻ ചക്രവർത്തിയായ ഡയോക്ലിഷ്യൻ, ദ റോമൻ റൂളർ ഡയോക്ലിഷ്യൻ ഡിവൈഡഡ് Roman Empire into two only for the administrative convenience. ഭരണ സൗകര്യാർത്ഥം റോമൻ സാമ്രാജ്യത്തെ രണ്ടായിട്ട് വിഭജിച്ചു. ഈസ്റ്റേൺ റോമൻ എംപയർ ആൻഡ് ദി വെസ്റ്റേൺ റോമൻ എംപയർ. വെസ്റ്റേൺ റോമൻ എംപയർ വിത്ത് ദ ക്യാപിറ്റൽ അറ്റ് റോം ആൻഡ് ദ ഈസ്റ്റേൺ റോമൻ എംപയർ വിത്ത് ദ ക്യാപിറ്റൽ അറ്റ് കോൺസ്റ്റാന്റിനോപ്പിൾ. വെസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം റോമിലായിരുന്നു. ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പഴയ പേരാണ് ബൈസാൻറ്റിയം. ആയതിനാൽ ഈ ഈസ്റ്റേൺ റോമൻ എംപയറിനെ ബൈസാൻറ്റിയൻ എംപയർ എന്നുകൂടി അറിയപ്പെട്ടിരുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഈസ്റ്റേൺ റോമൻ എംപയറിനെ കുറിച്ചാണ്. പുരാതന കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്ന റോമൻ എംപയറിനെ റോമൻ എംപററായിരുന്ന ഡയോക്ലിഷ്യൻ ഭരണ സൗകര്യാർത്ഥം രണ്ടായി വിഭജിച്ചു. ഈസ്റ്റേൺ റോമൻ എംപയർ വാസ് ഡിവൈഡഡ് ഇൻടു ടു ബൈ ദ റോമൻ എംപറർ ഡയോക്ലിഷ്യൻ ഡ്യൂറിംഗ് ദി 4th സെഞ്ച്വറി. ആൻഡ് ദീസ് ടു ഡിവിഷൻസ് were വെസ്റ്റേൺ റോമൻ എംപയർ ആൻഡ് ദി ഈസ്റ്റേൺ റോമൻ എംപയർ. ദ ക്യാപിറ്റൽ ഓഫ് വെസ്റ്റേൺ റോമൻ എംപയർ വാസ് Rome and the capital of Eastern Roman Empire, Constantinople. This Eastern Roman Empire, it was popularly, otherwise the earlier name of Constantinople, the capital of Eastern Roman Empire, it was Byzantium. So it was known as Byzantine Empire. Next, we can look a quote by Will Durant from his book Story of Civilization. History will judiciously forget the wars of Justinian and remember for him his laws. That means history, that means the future people may forget the wars of Justinian, but they will remember the code of law codified by Justinian and remember him for his laws. ചരിത്രം ഈ മഹാനായ ചക്രവർത്തിയെ ഓർമ്മിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മഹത്തരങ്ങളായ യുദ്ധങ്ങളെക്കുറിച്ച് ആയിരിക്കില്ല. അദ്ദേഹം രൂപീകരിച്ച ഈ നിയമസംഹിത അഥവാ കോഡ് ഓഫ് ലോ ബേസ് ചെയ്തിട്ടായിരിക്കും. ജസ്റ്റീനിയൻ തൻ്റെ നിയമസംഹിത അഥവാ കോഡ് ഓഫ് ലോ രൂപീകരിച്ചത് അന്ന് വരെ റോമാ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന എല്ലാ നിയമസംഹിതകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടായിരുന്നു. ദിസ് famous Eastern Roman Empire, when he codified this code of law, new code of law, he used the existing laws prevailed in the country. This Justinian code of law, it is based on reasoning അഥവാ യുക്തിചിന്ത, ജനറോസിറ്റി
ഉദാരമനസ്കത, ജസ്റ്റിസ് നീതി എന്നിവയെ അടിസ്ഥാനമാക്കിയായിരുന്നു. അന്നുവരെ പുരാതന സാമ്രാജ്യങ്ങളിലൊന്നും ഇത്ര മഹത്തരമായ ഐഡിയാസിനെ ബേസ് ചെയ്തുകൊണ്ട് ആരും ഒരു നിയമസംഹിതയും ക്രോഡീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ് ടു ദിസ് ടൈം nobody can see, otherwise nobody codified a law based on this reasoning, justice and generosity. Because of this glorious code of law, many nations adopted this code of law, the ideas from this code of law, when they formulated their own laws. പിന്നീട് പല സാമ്രാജ്യങ്ങളും പല രാജ്യങ്ങളും അവരുടെ നിയമസംഹിത കോഡ് ഓഫ് ലോ നിയമങ്ങൾ രൂപീകരിച്ചപ്പോൾ ജസ്റ്റീനിയൻ്റെ ഈ കോഡ് ഓഫ് ലോയെ അടിസ്ഥാനമാക്കിയാണ് രൂപീകരിച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ദ ഫേമസ് ഫ്രഞ്ച് റൂളർ നെപ്പോളിയൻ, വെൻ ഹി കോഡിഫൈഡ് എ ലോ ഫോർ ഹിസ് കൺട്രി, he adopted many principles, many ideas from this Justinian code of law. ലോകപ്രശസ്തനായ നെപ്പോളിയൻ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ നിയമസംഹിത കോഡ് ഓഫ് ലോ രൂപപ്പെടുത്തിയപ്പോൾ ഈ ജസ്റ്റീനിയൻ്റെ കോഡ് ഓഫ് ലോയിൽ നിന്നും പല ഐഡിയാസും സ്വീകരിച്ചിരുന്നു. ദിസ് ഫേമസ് കോഡ് ഓഫ് ലോ കോഡിഫൈഡ് ബൈ ജസ്റ്റീനിയൻ ഈസ് നോൺ ആസ് കോർപ്പസ് ജൂറിസ് സിവിലിസ്. ജസ്റ്റീനിയൻ ഈ രൂപീകരിച്ച നിയമസംഹിത അറിയപ്പെട്ടിരുന്നതാണ് കോർപ്പസ് ജൂറിസ് സിവിലിസ്. അങ്ങനെ ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തിൻ്റെ പ്രശസ്തി ജസ്റ്റീനിയൻ വാനോളമുയർത്തി. ജസ്റ്റീനിയൻ്റെ കാലഘട്ടത്തിന് ശേഷം ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യം ഗ്രാജ്വലി അതിൻ്റെ അധംപതനത്തിൻ്റെ തുടക്കം കുറിച്ചു. Eastern Roman Empire began to decline after the glorious ruling period of Justinian. This collapse really led to the capture of Constantinople by the Turks in the year 1453. Thus, we can see the end of medieval period, and after this incident, the capture of Constantinople by the Turks led to the beginning of modern period. Next, we can discuss about the periodization in history. എങ്ങനെയാണ് ചരിത്രത്തിനെ വിവിധ കാലഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വിഭജിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ചരിത്രത്തിനെ പല കാലഘട്ടങ്ങളായിട്ട് വിഭജിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് റോമൻ എംപയറിൻ്റെ വിവിധ കാലഘട്ടങ്ങളെ അടിസ്ഥാനമാക്കിയ ആണ്. റോമൻ സാമ്രാജ്യത്തിൻ്റെ ഉയർച്ച താഴ്ചകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചരിത്രത്തിനെ നമ്മൾ വിവിധ കാലഘട്ടങ്ങളായി വിഭജിക്കുന്നത്. വി ക്യാൻ ഡിവൈഡ് ഓർ വി ക്യാൻ പീരിയഡൈസ് ഹിസ്റ്ററി ബേസ്ഡ് ഓൺ ദി റൈസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ups and down of a Roman Empire. For example, as you all know, we can divide history into 3 parts: ancient history, medieval history and modern history. ചരിത്രത്തിനെ നമുക്ക് പുരാതന കാലഘട്ടം, മധ്യകാലഘട്ടം, ആധുനിക കാലഘട്ടം ഇങ്ങനെ 3ആയി തരംതിരിക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് റോമൻ സാമ്രാജ്യത്തിനെ അടിസ്ഥാനമാക്കി നമുക്ക് ചരിത്രത്തെ വിഭജിക്കാൻ സാധിക്കുന്നത് എന്ന് നോക്കാം. We can divide history into 3 based on the Roman Empire. We can consider this Roman Empire as a baseline. Based on this baseline, we can divide the world history into 3 different periods: ancient period, medieval period and modern period. ചരിത്രത്തിനെ നമുക്ക് റോമാ സാമ്രാജ്യത്തെ അടിസ്ഥാനമാക്കി റോമാ സാമ്രാജ്യത്തിൻ്റെ വളർച്ച താഴ്ചകളെ അടിസ്ഥാനമാക്കി 3ആയി വിഭജിക്കാവുന്നതാണ്. അതായത് പുരാതന കാലഘട്ടം, മധ്യകാലഘട്ടം, ആധുനിക കാലഘട്ടം.
Ancient period. We can see the beginning of ancient period from the very beginning of a human beings. That means origin of human beings. And ends. This ancient period ends with the downfall of Western Roman Empire in the year 476 Common Era or CE. Ancient period, origin of human beings, and it ends with the downfall of a Western Roman Empire in the year 476 CE. ഏൻഷ്യൻ കാലഘട്ടത്തിൻ്റെ ആരംഭം മനുഷ്യൻ്റെ ആരംഭം മുതലേ ആരംഭിക്കുകയാണ്. അതിൻ്റെ അവസാനമോ വെസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തിൻ്റെ അധംപതനം നാശത്തോടുകൂടി അവസാനിക്കുകയാണ്. ഇൻ ദ ഇയർ 476 ക്രിസ്ത്യൻ ഇറ. സെക്കൻഡ് ഡിവിഷൻ മിഡീവൽ പീരിയഡ് അഥവാ മധ്യകാലഘട്ടം. ഏൻഷ്യൻ കാലഘട്ടത്തിൻ്റെ അവസാനം നമ്മൾ പറഞ്ഞു ഈ വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ നാശത്തോടുകൂടി 476 കോമൺ ഇറയിൽ അവസാനിച്ചു എന്ന്. അപ്പോൾ മധ്യകാലഘട്ടത്തിൻ്റെ ആരംഭമോ വെസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തിൻ്റെ അവസാനത്തോടുകൂടി ആരംഭിച്ച് ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തിൻ്റെ അവസാനത്തോടുകൂടി അവസാനിക്കുകയും ചെയ്യുന്നു. We can see the beginning of medieval period from the downfall of a Western Roman Empire in the year 476 Common Era, and we can see the end of medieval period after the downfall of a Eastern Roman Empire in the year 453 Common Era. In the year 453 CE, Turks captured Constantinople, the capital of Eastern Roman Empire. That led to the decline of Eastern Roman Empire as well as the end of medieval period and led to the beginning of modern period. So, ആധുനിക കാലഘട്ടം അഥവാ മോഡേൺ കാലഘട്ടത്തിൻ്റെ ആരംഭം we can see from 453 CE onwards. Which was the most important event that led to the beginning of modern period? That is the capture of Turks, the capture of Constantinople by the Turks in the year 453 CE. So these are the three divisions of history: ancient period, medieval period, and modern period. I have told you that when the Turks captured Constantinople in the year 453 CE, it led to the beginning of modern age. So now we can discuss about the importance or strategic importance of Constantinople. This Constantinople, it was a strategically important place, very important place. And now we can look where is the location. It is located in Gulf of Bosphorus. That is in between Mediterranean Sea and Black Sea. That was very strategically important place during that time. This Constantinople, it was named after the famous Roman Emperor Constantine. From this Constantine, that place got this name Constantinople. അപ്പോൾ നമുക്കിപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, സ്ട്രാറ്റജിക് അതിൻ്റെ സ്ഥാനത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. ടർക്സ് 1453 കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതാണ് ആധുനിക കാലഘട്ടത്തിൻ്റെ അഥവാ മോഡേൺ കാലഘട്ടത്തിന് തുടക്കം കുറിച്ചതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്തിരുന്നത് ഗൾഫ് ഓഫ് ബോസ്ഫറസ് ഏരിയയിലാണ്. മെഡിറ്ററേനിയൻ സീയുടെയും ബ്ലാക്ക് സീയുടെയും ഇടയിലായിട്ടാണ് ഈ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സ്ഥാനം. കോൺസ്റ്റാന്റിനോപ്പിളിന് ഈ പേര് ലഭിച്ചത് പ്രശസ്തനായ റോമൻ ഭരണാധികാരിയായിരുന്ന കോൺസ്റ്റാന്റൈനിൽ നിന്നാണ്. Actually, this Constantinople, it was a great center of
ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. കലയുടെയും വസ്തുവിദ്യയുടെയും പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഈ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ആധുനിക പേര് ഇസ്താംബുൾ എന്നാണ്. നൗ കോൺസ്റ്റാന്റിനോപ്പിൾ ഇസ് നോൺ ആസ് ഇസ്താംബുൾ. മോഡേൺ നെയിം ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇസ് ഇസ്താംബുൾ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ ചാപ്റ്ററിൻ്റെ വരുന്ന ഭാഗങ്ങൾ, ബാക്കിയുള്ള ഭാഗങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ക്ലാസ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുകയും തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്താൽ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.